പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സ് തങ്ങളുടെ ക്രൂസ് വാഹനങ്ങൾ തിരികെ വിളിക്കുന്നു. വാഹനങ്ങൾക്ക് തീപിടിക്കാനുള്ള സാധ്യത കൂടിയതാണ് ഈ നടപടിക്ക് പിന്നിൽ. അമേരിക്കയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സ് തങ്ങളുടെ ക്രൂസ് കാറുകൾ തിരികെ വിളിക്കുന്നു. വാഹനങ്ങൾ തീപിടിക്കാനുള്ള സാധ്യത കൂടിയതിനാലാണ് ഈ മോഡലിലുള്ള കാറുകൾ തിരികെ എടുക്കാൻ കമ്പനി തീരുമാനിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. 2010 സെപ്റ്റംബറിനും 2012 മെയ്ക്കും ഇടയിൽ വിറ്റ 4,47,418 കാറുകളാണ് തിരികെ വിളിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒഹായോയിലെ ലോ ടൗൺ പ്ലാന്റിൽ നിർമ്മിച്ചവയാണ് ഈ കാറുകൾ. അമേരിക്ക, കാനഡ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിലായാണ് കമ്പനി ഇത്രയധികം കാറുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിറ്റത്. ജൂലൈ പകുതിയോടെ ജനറൽ മോട്ടോഴ്സിന്റെ അറിയിപ്പ് വാഹന ഉടമകൾക്ക് ലഭിക്കും. കാറിന്റെ എഞ്ചിൻ ഷീൽഡിലാണ് മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിയാക്കിയെടുക്കാൻ അരമണിക്കൂർ മാത്രമേ എടുക്കുകയുള്ളൂ എങ്കിലും ഇത്രയധികം കാറുകൾ ഉള്ളത് ഒരു വലിയ പ്രതിസന്ധിയായി കമ്പനി കണക്കാക്കുന്നു. ഒഹായോ പ്ലാന്റിലാണ് ഏറ്റവും അധികം കാറുകൾ നിർമ്മിക്കുന്നത്. ജനറൽ മോട്ടോഴ്സിന്റെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്ലാന്റുകളിൽ നിർമ്മിച്ച കാറുകളിലും പ്രശ്നമുള്ളതായും കമ്പനി ഔദ്യോഗിക വക്താവ് അറിയിച്ചു. ഇനിയൊരു ഇടവേള. അമേരിക്കയിൽ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം, ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. പ്രമുഖ പത്രപ്രവർത്തകനും മലങ്കര ആർച്ച് ഡയോസിസിലെ ആത്മായ പ്രമുഖരിൽ ശ്രദ്ധേയനും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവ വ്യക്തിത്വവുമായ ജോബി ജോർജിന് ആഗോള സുറിയാനി സഭയുടെ തലവൻ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസ് ബാവ ആബൂൻ മാർ ഇഗ്നാത്തിയോസ് സഖാ പ്രഥമൻ കമാൻഡർ സ്ഥാനം നൽകി ആദരിക്കുന്നു. മലങ്കര ആർച്ച് ഡയോസിസിന്റെ ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യ എൽദോമാർ തീത്തോസ് മെത്രാപൊലീത്തയുടെ കൽപ്പനയിലൂടെയാണ് ഈ പ്രഖ്യാപനം. കേരള അസോസിയേഷൻ ഓഫ് ലോസ് ആഞ്ചൽസ് ഒരുക്കുന്ന കലാ ക്രിക്കറ്റ് ലീഗ് ജൂൺ 23, ജൂൺ 30, ജൂലൈ 7 തീയതികളിൽ അനഹമിലുള്ള റൊണാൾഡ് റീഗൻ പാർക്കിൽ ആരംഭിക്കുന്നു. അനഹം സിറ്റിയുടെ ഡെപ്യൂട്ടി മേയർ ഹാരി എസ് സിദ്ധു ആണ് 23 നടക്കുന്ന കലാ ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 16-ലധികം ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. പ്രമുഖ മജീഷ്യനായ ഗോപിനാഥ് മുതുകാട് ജൂലൈ 7 നടക്കുന്ന ഫൈനൽ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവാസി മലയാളികളുടെ സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫൊക്കാന തുടങ്ങിവച്ച ഭാഷയ്ക്കൊരു $1 പദ്ധതി വൻ വിജയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്ന് കൺവെൻഷൻ കമ്മിറ്റി ചെയർമാൻ എബ്രഹാം ഈപ്പനും നാഷണൽ കൺവീനർ ഐ വർഗീസും അറിയിച്ചു. ജൂൺ 30 മുതൽ ഹൂസ്റ്റണിൽ ആരംഭിക്കുന്ന ദേശീയ സമ്മേളന നഗരിയിൽ ഇതിന്റെ പ്രാധാന്യങ്ങൾ പ്രതിനിധികളെ ബോധ്യപ്പെടുത്തുന്നതിന് പ്രത്യേകം വോളണ്ടിയർമാരെ ചുമതലപ്പെടുത്തുമെന്നും പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിക്കുമെന്നും ഇതിന്റെ ചുമതല വഹിക്കുന്ന ഐ വർഗീസ് അറിയിച്ചു. ഡാലസിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ സംയുക്ത കൂട്ടായ്മയായ കേരള എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 15ാമത് സംയുക്ത സുവിശേഷ യോഗവും 3ാമത് എക്യുമെനിക്കൽ യൂത്ത് കൺവെൻഷനും ഡാലസ് സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വെച്ച് ജൂൺ 29, 30, ജൂലൈ 1 തീയതികളിൽ പ്രശസ്തരായ സുവിശേഷ പ്രാസംഗികരുടെ നേതൃത്വത്തിൽ നടത്തുന്നു. പ്രഗത്ഭ സുവിശേഷ പ്രസംഗകനായ റെവറൻ ഫാദർ ജേക്കബ് ജോസഫ് മുഖ്യ പ്രഭാഷകനായിരിക്കും. ഇതോടൊപ്പം യുവജന കൺവെൻഷനും നടത്തുന്നുണ്ട്. ഇനി കേരള ഡെസ്ക്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം ഇന്ന് പനിയുടെ കരിനിഴലിലാണ്. ദിനംപ്രതി പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഈ വർഷം മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയവർ 2.5 ലക്ഷം കവിഞ്ഞു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഓരോ ദിവസവും പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവർ 10,000-ഓളം വരും. വൃത്തിഹീനമായ ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത് പകർച്ചവ്യാധികൾ കൂടിയാണ്.
ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, H1N1 എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മഹാരോഗങ്ങൾ. We are getting a lot of cases of H1N1 also here. The basic problem related to the reasonable number of H1N1 in this particular situation is the situation which is favorable for spreading this communicable disease is very high, especially during this monsoon season. ഇതിൽ ഏറ്റവും വില്ലൻ ചിക്കൻ ഗുനിയ തന്നെ. കൊതുകാണ് ഈ രോഗം പകർത്തുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇതിനെ തടഞ്ഞു നിർത്താനായി ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ ഒന്നുമല്ലാതാകുന്നു. പനി ബാധിച്ച് നിരവധി മരണം റിപ്പോർട്ട് ചെയ്തെങ്കിലും ഈ പ്രശ്നത്തിലുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ നാമമാത്രമായി ഒതുങ്ങുന്നു. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇന്നുവരെ കണ്ടുപിടിച്ചില്ല എന്നത് ആരോഗ്യമേഖലയിൽ നാം കൈവരിച്ച നേട്ടങ്ങൾക്ക് ഒരു അപവാദമായി നിലനിൽക്കുന്നു. കേരളത്തിന്റെ തീരദേശവും മലയോര മേഖലയും ഗ്രാമങ്ങളും നഗരങ്ങളും ഉൾപ്പെടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പനി പടരുന്നു എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ പെൻ സ്റ്റേറ്റ് ഫുട്ബോൾ കോച്ച് ജെറി സാൻഡസ്കിക്കെതിരായ 48 കേസുകൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി കണ്ടെത്തി. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തേക്ക്. മിനിസോട്ടയിലും വിസ്കോസിനിലും വെള്ളപ്പൊക്കത്തിൽ വ്യാപക നാശനഷ്ടം. ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.